ആക്ടർ ബാല എലിസബത്ത് ഉദയനെതിരെ ഒരു കേസ് കൊടുത്തിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ചെകുത്താനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. കൂട്ടമായിട്ട് സോഷ്യൽ ഇടങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കിടയിലൂടെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് കേസ്. ഓക്കെ, അപ്പൊ ആ ഒരു സ്ത്രീ നേരിട്ടതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. ന്യായീകരണങ്ങൾ വലിയ രസമാണ് കേട്ടോ. ഡോക്ടർ എലിസബത്ത് ആക്ടർ ബാല വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അർദ്ധനഗ്നയായിട്ട് മുറിയിൽ, അതായത് ഉറങ്ങാൻ സമയം അർദ്ധനഗ്നയായി എന്നാണ് അവർ പറയുന്നത്. ആ ഒരു സമയത്ത് തൻ്റെ സുഹൃത്തുമായിട്ട് ആക്ടർ ബാല അകത്തേക്ക് വരുന്നു. മദ്യപിച്ചിട്ടുണ്ട്. ഇന്ന് അവരിട്ടൊരു വീഡിയോ ആണ്, ആ ഓഡിയോ ഒന്ന് കേൾക്കാം, കുറച്ച് പറയാനുണ്ട്. ജേക്കബ് ചേട്ടാ 1:30 ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 1:30 ഇപ്പം സമയം. എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. രാത്രി 1:30 ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ, അല്ല വലിഞ്ഞേറി വന്നല്ല. ഓക്കെ, ആ വീഡിയോയിൽ കുറച്ച് ശബ്ദമേ ഉള്ളൂ, കുറച്ച് ഭാഗം എന്തൊക്കെയോ ബാല അവിടെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അതായത് രാത്രി 1:30 ആ ഒരു റൂമിലേക്ക് ഏതോ ഒരാളുമായിട്ട് കയറി വരുന്നത്. എന്നിട്ട് പുറത്ത് ഇറങ്ങി പോകാനൊക്കെ പറയുന്നു. ഞാൻ വിവാഹം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല എന്ന് എലിസബത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഫുൾ ഡ്രങ്ക് ആയിട്ടാണ് വീട്ടിലേക്ക് കയറി വന്നിട്ടുള്ളത്. കൂടെ ഒരാളുണ്ട്. ഇവർ അർദ്ധനഗ്നയായിട്ട് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ന് ആക്ടർ ബാലയുടെ വക്കീല് സംസാരിച്ചിട്ടുണ്ട്, കോകില സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് കമന്റ് ഇട്ടോളൂ. നമുക്ക് എന്തായാലും വീഡിയോയിലൂടെ പോകാം. ഈ റേപ്പ് എന്ന വിഷയം വളരെ നിസാരവൽക്കരിച്ചതെന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാ, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്, പിന്നെയും റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പാവും? അതായത് അദ്ദേഹം ഒരു തവണ റേപ്പ് ചെയ്തു, പിന്നെ റേപ്പ് ചെയ്തു, പിന്നെ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു തവണ ചെയ്യുന്നത് ആദ്യത്തെ തവണയെ മാത്രമാണ് റേപ്പ് എന്ന് പറയുക, പിന്നീട് ചെയ്യുന്നതിനൊന്നും റേപ്പ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കോടതി വിധിയുണ്ട്. സ്വന്തം ഭാര്യയുടെ അനുവാദം കൂടാതെ അവരെ ഭോഗിച്ചു കഴിഞ്ഞാൽ, ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് റേപ്പ് തന്നെയാണ്. ഈ ബാല പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കണ്ട് ചൊറിഞ്ഞു കയറും. പിന്നെ ഒന്നും പറയാതിരിക്കുകയാണ്. ഈ വീഡിയോന്റെ അടിയിൽ തന്നെ ഏറ്റവും കൂടുതൽ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആളുകൾ കമന്റ് ഇടുക. ആക്ടർ ബാലയെ സപ്പോർട്ട് ചെയ്യാൻ ആരും വരുന്നില്ല. ഒരുപാട് ആളുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു ബ്രോ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കോ. പൈസ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഇവിടെ ഒന്നും കാണിച്ചു കൂട്ടാൻ നിൽക്കണ്ട. കാരണം ഇവിടെ നേരിന്റെ കൂടെ നിൽക്കുന്ന മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ എലിസബത്തിന്റെ കൂടെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരു തവണ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് റേപ്പ്, പിന്നെ ചെയ്യുന്നതൊന്നും റേപ്പല്ല എന്നുള്ള ഒരു സാധൂകരണം. അടിപൊളി, നല്ല ന്യായീകരണത്തിന്റെ അങ്ങേയറ്റമാണ് ആക്ടർ ബാല. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഞാൻ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ്, എല്ലാവർക്കും അറിയാം. ലിവർ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഓപ്പറേഷൻ ടൈമിലാണ് വന്നത്. അതിന് മുമ്പ് എവിടെയായിരുന്നു അത് ആർക്കും അറിയില്ല. എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല. എന്തൊക്കെ ഹറാസ്മെന്റ്. ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏൻ വന്ന് പറയണം ഇത്രയും നാള് എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. ഇത് വലിയ തെളിവല്ലേ? അതെ അതെ അതെ, വലിയ തെളിവാണ്. അതായത് 1.5 വർഷത്തിന് ശേഷം വന്നത് പറയുന്നത് അത് തെറ്റാണ്, അന്ന് തന്നെ പറയണമായിരുന്നു എന്നാണ് ആള് പറയുന്നത്. ഓക്കെ, നല്ല കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്ന് നടന്ന കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? പറയാനൊരു ധൈര്യം കിട്ടിയത് ഇപ്പോഴാണ് അതിനൊരു സംവിധാനമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എലിസബത്ത് ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് നല്ല ഭയമുണ്ട്. ജീവിക്കാൻ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. കയ്യിൽ തോക്കുമേന്തിയിട്ട് ചെകുത്താന്റെ അടുത്ത് പോയി തോക്ക് ചൂണ്ടി എന്നുള്ള കാര്യം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ വിധേയം ആവേണ്ടി വരും പൊന്നു മോനെ നീ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആക്ടർ ബാലെ നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഇവര് ദൃക്സാക്ഷി എന്നൊരു കാര്യം പറയും, ആറാട്ടണനും പറയും. കഴിഞ്ഞ കഥ. ഇവർക്ക് മെന്റൽ ഉണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഇങ്ങനെ കിടന്നിട്ട് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിന്റെ തീട്ടവും മൂത്രവും കഫവും ഒക്കെ കോരി നിന്നെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കൂടെ നിന്ന ഒരു സ്ത്രീയാണ് എലിസബത്ത്. എലിസബത്ത് ഒരു വീഡിയോന്റെ ഇടയിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. അവർ കരയുന്ന ശബ്ദവും നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അത്ര ഇഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ത്രീയെയാണ് അർദ്ധരാത്രിയിൽ അർദ്ധനഗ്നയായിരിക്കുന്ന തൻ്റെ ഭാര്യയുടെ മുറിയിലേക്ക് ഒരു സുഹൃത്തുമായിട്ട് കയറി വരുന്നു, മദ്യപിച്ച് കയറി വരുന്നു. ഞാൻ ഒരു ചോദ്യം എല്ലാവരുടെടുത്തും ചോദിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയെന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു ഒരു ഡോക്ടർ. അപ്പൊ அதுக்கு മറുപടി എന്താ പറഞ്ഞിരുന്നത്? അത് ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു, 3 ആഴ്ച.
പറഞ്ഞിരുന്നു. എൻ്റെ അറിവിൽ 2 ആഴ്ച. അപ്പോൾ ഒരു പെണ്ണു ഇവർ ഡോക്ടർ, அந்த பையன் ஒரு மலையாளி டாக்டர். ഓക്കെ, 2 പേർ പ്രൊഫഷൻ, ഒരു ഡോക്ടറും ആക്ടറും പിരിഞ്ഞ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറയാം. 2 പേരും ഡോക്ടേഴ്സ്, എന്തുകൊണ്ട് 2 ആഴ്ചയിൽ സെപ്പറേറ്റ് ആയത്? അടിപൊളി ന്യായീകരണം കൊള്ളാലോ. ഡോക്ടർ എലിസബത്തിന്റെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് ഇവർ പറയുന്നു. 2 ആഴ്ചക്കുള്ളിൽ അവർ വേർപിരിഞ്ഞു എന്നുള്ളൊരു കാര്യം പറയുന്നു. ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നേ ഉള്ളൂ. ഡോക്ടർ എലിസബത്ത് നിരന്തരമായിട്ട് തന്നെ സോഷ്യൽ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്ന ഹറാസ്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള പറഞ്ഞ ആള്, ഞാൻ തിരിച്ച് അങ്ങോട്ട് ഒന്നും പറയില്ല, ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ എലിസബത്തിനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു പിരിഞ്ഞെന്നറിയോ? ഇയാൾ പറഞ്ഞു വെക്കുന്നത് എലിസബത്തിന് ഭ്രാന്താണ് എന്നുള്ളതാണ്. ഇത് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കേസിൽ ആൾക്ക് ഊരിപ്പോരാം എന്നുള്ളതാണ്. അതിനുവേണ്ടി കളിക്കുന്നതാണ് ഈ നാടകം എന്ന് എല്ലാവർക്കും അറിയാം. ഈ വീഡിയോന്റെ അടിയത്തെ കമന്റ് കണ്ട് ചിരിക്കാനുള്ളത് എനിക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. அப்போ ஒரு ചോദ്യം வருதுல்ல, ജസ്റ്റിസ് ഫോർ എലിസബത്ത്, ജസ്റ്റിസ് ഫോർ മെയിൽ ഡോക്ടർ நான் சொன்னா എത്ര പേര് അംഗീകരിക്കും? അയാളുടെ ജീവിതം എന്തായെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? ഒരു ഡൈവേഴ്സ് കേസിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമോ ഓരോരുത്തരുടെ ജീവിതത്തിൽ? തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ മുൻ വൈഫായിട്ടുള്ള അമൃത ഇപ്പം അനുഭവിക്കുന്ന വിഷമങ്ങൾ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയാം മിസ്റ്റർ, ഞങ്ങൾക്കറിയാം. അത് ഇനി വല്ലാണ്ട് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. ഒരു ഡൈവേഴ്സ് കഴിഞ്ഞാൽ അവർ ഭയങ്കര വിഷമിക്കുന്നു. ഓക്കെ, കൊള്ളാം, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് പറയും യാതൊരു യോഗ്യതയില്ല. നിങ്ങൾക്ക് ആദ്യ ഭാര്യയിൽ, ആദ്യമാണ് രണ്ടാമെന്ന് അറിയില്ല, ആ ഭാര്യയിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് പോലും നിങ്ങൾ ആ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ ഞങ്ങളെ പെരുമാറ്റം തുറന്ന് പറഞ്ഞു ജനങ്ങൾ മുഴുവൻ കണ്ടത്. മലയാളികളെ വിഡ്ഢികളാക്കാനല്ല, പൊന്നു പോനെ ആക്ടർ ബാലെ ഇങ്ങനെ കൊണ്ട് കഴിയില്ല. ആളുകൾ ബുദ്ധിയുള്ള ആളുകളാണ്, അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വകതിരിവുള്ള ആളുകളാണല്ലേ. ഓക്കെ, അപ്പൊ ആദ്യ ഭർത്താവ് ഡോക്ടറെ വേർപിരിഞ്ഞത് വലിയൊരു സംഭവം, വലിയൊരു ടെൻഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രണ്ണത്തിന് ഒഴിവാക്കിയിട്ടുണ്ടോ? അവരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ ചിന്തിച്ചിട്ട് വേണം ബാലമോനെ നീ സംസാരിക്കാൻ എന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർക്കുക. இந்த மாதம் 21 ஒரு பெண் குழந்தைக்கு ஹார்ட் ஆபரேஷன் கோட்டயம் காலேஜில் நான் என் செலவில் பண்ணியிருக்கேன். இல்லைன்னு പറയാൻ പറ്റുമോ? പൊന്നുമോനെ, ചാരിറ്റിയുടെ പിന്നിൽ നടക്കുന്ന ഒരുപാട് ഉടായ്പകൾ എല്ലാവർക്കും അറിയാം. നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ അത് 100 ആളെ വിളിച്ച് പറയുന്ന ആ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നേട്ടം നേടിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, അങ്ങനെ ഒരുപാട് ആളുകൾ ഓരോ നന്മോരങ്ങളാണ്. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവരൊന്നും ആരെയും പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയല്ല. അവർ കൃത്യമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളെ അറിയിക്കുക പോലുമില്ല. നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ ചെയ്യുന്നത് ചെണ്ട കൊട്ടി അറിയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതാണ് നിങ്ങൾ നിരന്തരം ചെയ്യുന്നത്. കുറച്ച് ചാരിറ്റി ചെയ്തു എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് തെറ്റും ചെയ്യാൻ, എന്ത് തെമ്മാടിത്തരം ചെയ്യാം എന്നുള്ള ഒരു ലൈസൻസ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അങ്ങനെ നമ്മളെ മലയാളികൾ അനുവദിച്ച് കൊടുക്കില്ല, അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇവരുടെ വക്കീൽ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഇവർ ഇത് പറയുമ്പോൾ എലിസബത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓരോ ദിവസം ഓരോ എപ്പിസോഡ് പോലെയാണ് ഇവര് ആഹ്വാനമുള്ള ഒരു സൈബർ ബുള്ളിയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ്. ഒരുപാട് ഒരാൾ പരാതി കൊടുക്കുന്നതോ ആ പരാതിക്ക് നമ്മൾ നിയമപരമായി അഡ്രസ്സ് ചെയ്യുന്നതോ പോലെയല്ല ഇത്. ഇത്തരത്തിൽ ഓറലായിട്ട് കുറെ വാചാലെ കുറെ ആരോപണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നേ വരയ്ക്കും ഒരു പ്രോപ്പർ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനോ ആ തരത്തിൽ മുന്നോട്ട് വരാനോ അവർക്ക് കഴിയാത്തത് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളിപ്പോൾ വക്കീൽ ഒരു നിയമ കാര്യമായി ബന്ധപ്പെടുന്ന അഭിഭാഷകരെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൃത്യമായി അവർക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടാണ്. തെളിവുകൾ അവർ പുറത്തിടും, അവർക്ക് തെളിവുകളുണ്ട്. നിങ്ങളൊരു കേസ് കൊടുക്കുകയാണെങ്കിലും ഞാനൊരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അവിടെ വരേണ്ടതായിട്ടുണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ കൊടുക്കുന്ന കേസിൽ അവർ കോടതിയിൽ ഹാജരാവും, അവർ കയ്യിലുള്ള മുഴുവൻ തെളിവുകളും, ഒരു ഡൗട്ട് ആ കാര്യത്തിൽ വേണ്ട. ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ കുടുങ്ങും ചെയ്യും, അത്രയേ ഉള്ളൂ. ഈ വക്കീൽ കൂടുതലായിട്ട് കാര്യങ്ങളും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല മനസ്സിലാവുന്നില്ല. കാരണം അത്രയധികം വീഡിയോസിലൂടെ അവർ കൃത്യമായിരിക്കും ഉണ്ടായ അനുഭവങ്ങളെ തുറന്നു കാണിച്ചിട്ടുണ്ട് അല്ലേ. അത്രയും കാര്യങ്ങൾ അത് കേട്ടിട്ടുണ്ടോ നിങ്ങളെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാം കേട്ട ആളാണ്. അവർക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവത്തെ കുറിച്ച് കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. എന്നാൽ പല സമയങ്ങളിലും ഇത് പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ ഉണ്ടാവും. ഇവരുടെ വീട്ടുകാർ തന്നെയാണ് ഒന്നാമത്തെ തെളിവ്. അവരുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് വളരെ വളരെ മോശമായിപ്പോയി എൻ്റെ വക്കീൽ മാഡം. ഇനി നമുക്ക് കോകില പറയുന്ന ഒരു വാക്കുണ്ട്. ഇത് കേട്ടിട്ട് എനിക്ക് ചിരിയ വന്നത്. കാരണം ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. அதுதான் சொல்லியிருக்கேன். எல்லா வந்து பேச கூட எனக்கு வந்து ஒரு மாதிரி இருக்கு. பேசக்கூட ஒரு மாதிரி இருக்கா? அது எப்படி? സോറി, അത് എന്തുകൊണ്ടാണെന്നറിയോ? അതായത്
പഠിപ്പിച്ചു തന്ന് കൃത്യമായിട്ട് പറയണമായിരുന്നു. ചിരിയാണ് കോകിലക്ക് വരുന്നത്. ആ ചിരി കണ്ണ് പൂട്ടി കരച്ചിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പറയാൻ പോലും പറ്റുന്നില്ല എന്നാ പറയുന്നത്. കാരണം അവിടെ വരുന്നത് ചിരിയാണ്, അല്ലാതെ കരച്ചിലല്ല. നിങ്ങൾക്ക് നേരെ ഉണ്ടായ സൈബർ ബുള്ളിങ്ങിനെയോ നിങ്ങളെ മോശപ്പെട്ട ആളുകൾ ഇതിൽ പറഞ്ഞതിനോ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ എടി പൊടി എന്ന് വിളിച്ചിട്ടില്ല, ആരോ വിളിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു രീതിയിലൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. അണ്ണി എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏടത്തി അമ്മ, അതായത് ആക്ടർ ബാലയെ നമ്മളൊരു ജ്യേഷ്ഠ സ്ഥാനത്ത് കണ്ടുകൊണ്ട് വിളിക്കുന്ന ഒരു വാക്കാണ്. അതിന് ഇനി വേറെ വാക്കുകളുണ്ടെന്ന് എനിക്കറിയില്ല, എന്തോ ആവട്ടെ. ഈ വിഷയത്തിൽ ആക്ടർ ബാലയ്ക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആക്ടർ ബാലയുടെ ഭാഗത്ത് തന്നെയാണ് ഒരു 75% തെറ്റ് പറ്റിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മളെ മുൻ വൈഫായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അമൃത പറഞ്ഞിട്ടുണ്ട്, എലിസബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ദുരനുഭവത്തിലൂടെ കടന്നുപോയ ഈ സ്ത്രീകളുടെ കൂടെ നിങ്ങൾ നിൽക്കുമോ, ആക്ടർ ബാലയുടെ കൂടെ നിങ്ങൾ നിൽക്കുമോ? അത് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്കിതിൽ പ്രത്യേകിച്ച് വേറെ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായത്തോട് കൂടിയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സന്ദീപ് പോൾ.